ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയം ഹൗ ടു ഫിക്സ് യുവർ റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ. എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാം. നിങ്ങൾ അടുപ്പത്തിലായിരുന്ന സമയത്തുള്ള സ്നേഹമോ കെയറോ സന്തോഷമോ എവിടെയോ നഷ്ടപ്പെട്ടു പോയതുപോലെ ഫീൽ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്താലും എന്ത് സംസാരിച്ചാലും അവസാനം അതൊരു വഴക്കിലാണോ ചെന്ന് അവസാനിക്കുന്നത്? എന്താ നിങ്ങൾക്കിടയിൽ നടക്കുന്നതെന്ന് മനസ്സിലാകാതെയുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണോ നിങ്ങൾ? എന്നതേ ഇങ്ങോട്ട് പോരെ. ഈ വീഡിയോ ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഈ 30 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങോട്ട് സ്ട്രോങ് ആവുന്നു. പലപ്പോഴും വലിയ വലിയ കാര്യങ്ങളൊന്നല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടി വെച്ച് വലിയ പ്രശ്നങ്ങളായി മാറുന്നതാണ്. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ഇവരെന്താ ഇത്രയും ചൂടാകുന്നത്? അതിന് മാത്രം ഇപ്പം എന്താ ഉണ്ടായേ? അത് ആ മൊമെൻറ്റിൽ സംഭവിക്കുന്ന കാര്യമല്ല. മുന്നുണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഓരോ ചെറിയ ചെറിയ വിഷയങ്ങൾ മനസ്സിൽ മുറിവുകളുണ്ടാക്കിയത് ഇങ്ങനെ കൂട്ടിവെച്ച് വലിയൊരു പൊട്ടിത്തെറിയായിട്ട് മാറുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് മുന്നോട്ട് പോയാൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആക്കില്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഈ 30 കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനോടുള്ള അപ്രോച്ച് മാറ്റും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആക്കും. അപ്പോൾ നമുക്ക് നോക്കല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടായിട്ടും ചെറിയ ചെറിയ ഈഗോയുടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് പിരിഞ്ഞു പോകുന്ന ഒരുപാട് ബന്ധങ്ങൾ കാണാറുണ്ട്. നിങ്ങളും അങ്ങനെ ഒരു സ്റ്റേജിലാണെങ്കിൽ ഈ 30 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം മാറ്റം കൊണ്ടുവരും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ 30 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 30ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബി സ്റ്റാർട്ട് ടു ലിസണിങ്. കേൾക്കാൻ തുടങ്ങുക. ഈ കാലത്ത് കേൾക്കാൻ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യമില്ലാന്ന്. എൻ്റെ ഡയലോഗല്ല, ഒരു സിനിമയിലേതാ. പക്ഷെ ശരിയല്ലേ? ചെവി ഉണ്ടായാൽ പോരാ, കേൾക്കണം. കണ്ണുണ്ടായാൽ പോരാ, കാണണം. ആക്റ്റീവ് ലിസണിങ്. വെറുതെ ഇങ്ങനെ അവർ പറയുന്നത് കേട്ടിരിക്കുക, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരെന്താ പറയുന്നത്, അവരെന്തുകൊണ്ടാണ് പറയണേ, ഇതൊക്കെ അവരെന്തിനാ എന്നോട് പറയണേ? കാരണം ഉണ്ടെന്നേ. നിങ്ങളത് കേൾക്കണം, നിങ്ങളതറിയണം, നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാന്നേ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫോണിൽ നോക്കി അല്ലെങ്കിൽ ഭാതി ശ്രദ്ധയോടുകൂടി കേട്ടാ കേട്ടു, കേട്ടില്ല എന്ന മട്ടിൽ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സാരമായി തന്നെ ബാധിക്കും. സോ ആക്റ്റീവ് ലിസണിങ് അത് റിലേഷൻഷിപ്പിലെ മസ്റ്റ് തിങ് ആണ്. വേറെ ആര് മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളവരെ മനസ്സിലാക്കണം, നിങ്ങളവരെ അറിയണം എന്നുള്ളതുകൊണ്ടാണല്ലോ അവരോരോന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അവർ സംസാരിക്കുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നേ. എന്നാലല്ലേ അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ എന്തിനാ അവരത് പറഞ്ഞേ, എന്താ അവരുടെ ജീവിതത്തിൽ നടക്കുന്നേ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ ആക്റ്റീവ് ലിസണിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളാദ്യം ഒരു നല്ല കേൾവിക്കാരി അല്ലെങ്കിൽ കേൾവിക്കാരൻ ആയാലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേ ഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണ് എൻ്റെ പാർട്ട്ണർ എന്നൊരു ഫീലിംഗ് നിങ്ങളുടെ പാർട്ട്ണർ കിട്ടും. ഒരു കൊച്ചു കൊച്ചു വിഷമങ്ങളും സന്തോഷങ്ങളും പരിഭവങ്ങളും അതൊക്കെ കേട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള പരിപാടി തന്നെയല്ലേ. അത് നിങ്ങൾക്ക് ഉപകാരമല്ലേ ചെയ്യുക. നിങ്ങൾക്ക് അവർ കൂടുതൽ അടുത്തറിയാനും മനസ്സിലാക്കാനും അവരുടെ ഉള്ളിലൂടെ എന്തൊക്കെ കടന്നു പോകണമെന്നുള്ളത് അറിയാനൊക്കെ പറ്റുന്ന ഈസി വേ അല്ലേ ഇത്. സോ ഇന്ന് മുതൽ ആക്റ്റീവ് ലിസണിങ് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റോപ്പ് ട്രൈങ് ടു വിൻ ആർഗ്യുമെൻറ്റ്സ്. വാദങ്ങൾ ജയിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. കാരണം നിങ്ങളുടെ പാർട്ട്ണറും ഓപ്പോസിറ്റ് ടീമൊന്നല്ല, നിങ്ങളൊരൊറ്റ ടീമാണ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജയിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു ടീമാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ സെറ്റായി നമ്മുടെ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി അങ്ങോട്ട് ഇറങ്ങും ഇല്ലേ? അത് തന്നെ ഇവിടെയും വേണ്ടു. തർക്കങ്ങളുണ്ടാകുമ്പോൾ ഞാനാണ് ശരി നീ തെറ്റാ എന്നുള്ളൊരു നിലപാട് മാറ്റി അവർ പറയുന്നതും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. എൻ്റെ വാദമാണ് ശരിയെന്ന് വാദിച്ച്
ഞാൻ ജയിക്കണം എന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ഈഗോ അതിൽ തൂങ്ങി നിൽക്കാതെ നിങ്ങൾ രണ്ടാളും ഒരേ ടീമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജയിക്കേണ്ടത്, നിലനിൽക്കേണ്ടത്, ഒരുമിച്ചുള്ള ജീവിതത്തിൽ തുടരേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആവശ്യമാണ്, ലക്ഷ്യമാണ്. അപ്പോൾ വാദങ്ങൾ മുറുക്കുമ്പോൾ നിങ്ങളുടെ വാദം ജയിക്കാൻ തിടുക്കം കൂട്ടുന്നതിന് മുമ്പ് ഒന്നാലോചിക്കുക. നിങ്ങൾ രണ്ടുപേരും വാദിക്കേണ്ടത് നിങ്ങളുടെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടിയാകണം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, വ്യക്തമായി ആശയവിനിമയം നടത്തുക. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കും നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവർക്കും മനസ്സിലായിരുന്നെങ്കിൽ പിന്നെ ആ ആളുകൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ഞാനായിട്ട് പറയുന്നില്ല, അതെൻ്റെ പാർട്ട്ണർ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും സ്വയം മനസ്സിലാക്കിയെടുക്കണം എന്ന് പറയുന്നത് വൻ മണ്ടത്തരാണ് കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞേ നിങ്ങൾ തന്നെ അത് ഓപ്പണായിട്ട് പറയണം. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നിങ്ങൾ ഓപ്പണായിട്ട് ചൂക്കിയ തന്നെ വേണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ നിങ്ങളുടെ ഭാഗം എന്താണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായി പറയണം. നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്ത് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി ചോദിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അവരങ്ങനെ വിചാരിച്ച് ചെയ്തതാകാം, ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചത് എന്നുള്ള ചിന്തകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങൾ വളരെ വ്യക്തമായി തുറന്നു സംസാരിക്കുന്ന രീതി ശീലിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെയധികം ഗുണം ചെയ്യും. പാർട്ട്ണറുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയാതെ നമ്മൾ കടന്ന് ചിന്തിക്കുന്നതാവാം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന തരത്തിൽ മനസ്സിൽ ആലോചിച്ചിട്ട് പോലും ഉണ്ടാകില്ല. അപ്പോൾ ഈ ചിന്തിച്ച് കൂട്ടുന്നതൊക്കെ വെറുതെ ആകില്ലേ. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നിങ്ങളും നിങ്ങളെ പാർട്ട്ണറും തമ്മിൽ ഒരു തുറന്ന സംസാരം, വളരെ വ്യക്തവും തുറന്നതുമായ സംസാരം നല്ലതാണ്. അത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണറിനും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കും ഇതുവഴി കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒന്നും ചിന്തിച്ച് കൂട്ടേണ്ട കാര്യമില്ല, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ കിട്ടുമല്ലേ. അപ്പോൾ പിന്നെ കൂടുതൽ തെറ്റിദ്ധാരണകളിലെയോ അനാവശ്യ ചിന്തകളിലെയോ അനാവശ്യ വിഷമങ്ങളിലെയോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പോളജൈസ് പ്രോപ്പർലി, ശരിയായി ക്ഷമ ചോദിക്കുക. ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വലുത് നിങ്ങളുടെ പാർട്ട്ണർ ചെറുതെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ വലുത് നിങ്ങൾ ചെറുതെന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും തുല്യ ശക്തികളാണ്. നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റ് പറ്റിയാൽ അത് മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിൽ തട്ടിയുള്ള ഒരു സോറി പറയുന്നതും, എന്തെങ്കിലും ആവട്ടെ, ഇതൊന്ന് തീർന്നു കിട്ടട്ടെ, അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഒന്ന് അവസാനിക്കട്ടെ എന്ന് കരുതി സോറി പറയുന്നതും രണ്ടാണ്. ആത്മാർത്ഥമായി സോറി പറയുന്നതും കാട്ടിക്കൂട്ടിയുള്ള സോറി പറച്ചിലും തമ്മിലുള്ള അന്തരം നിങ്ങളുടെ പാർട്ട്ണർ മനസ്സിലാകുന്നേ. സോ തെറ്റ് പറ്റിയ മടിയൊന്നും കൂടാതെ ആത്മാർത്ഥമായിട്ട് ഉള്ളി തട്ടി സോറി പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ സോറി പറയാനുള്ളൊരു മനസ്സ് കാണിക്കുക. അങ്ങനെയുള്ള മനസ്സിന് റിലേഷൻഷിപ്പിൽ വലിയ വിലയുണ്ട്. ശരിയല്ലേ? അടുത്തത് പറയാൻ പോകുന്നതും നമ്മുടെ ഈ സോറിയായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. മേക്ക് സ്റ്റിക്കി ഡിസിഷൻ ദാറ്റ് യു വിൽ നെവർ റിപ്പീറ്റ് ദാറ്റ് ബിഫോർ സേയിങ് സോറി. സോറി പറയുന്നതിന് മുമ്പ് ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല എന്ന ഉറച്ച തീരുമാനം എടുക്കുക. പലപ്പോഴും റിലേഷൻഷിപ്പിൽ കാണാറുള്ളതാണ്. ഒരു ഇഷ്യൂ ഉണ്ടായി, സോറി പറഞ്ഞ് പിന്നീട് അതേ ഫോർമാറ്റിലുള്ള പ്രശ്നം തന്നെ വീണ്ടും ഉണ്ടാകുമ്പോൾ ഒരു കൂസലും ഇല്ലാതെ വന്ന് അറിയാതെ പറ്റിയതാ സോറി പറഞ്ഞു പോകുന്ന ചില പാർട്ട്നേഴ്സ്. നിങ്ങൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാട്ടോ. ഒരിക്കൽ തെറ്റുപറ്റി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ക്ഷമാപണം ചോദിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഇനി മേല എൻ്റെ പാർട്ട്ണറിനെ എൻ്റെ ഈ ഒരു പ്രവൃത്തി വഴി അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സംസാരം വഴി വേദനിപ്പിക്കില്ല, വിഷമിപ്പിക്കില്ല എന്ന് ഉറച്ച് തീരുമാനം എടുത്തിട്ട് സോറി പറയാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളുടെ ഈ പ്രവൃത്തി വിഷമമുണ്ടാക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സംസാരം വിഷമമുണ്ടാക്കും എന്നറിഞ്ഞിട്ടും നിങ്ങൾ അത് ആവർത്തിക്കുന്നതും പിന്നീട് ഒരു കൂസലില്ലാതെ വന്ന് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അല്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ സോറി ചോദിക്കുന്നതും നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടാനായിട്ട് കാരണമാക്കും. ഇന്ന് വന്ന് സോറി പറഞ്ഞു, നാളെ ഇത് തന്നെ ആവർത്തിക്കും എന്ന് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു ചിന്ത തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആയുസ് കൂട്ടാനായിട്ട് ഇടയാക്കില്ല. കാരണം ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം വേണ്ടതാണ് പരസ്പര വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ ഈ പ്രവൃത്തി വഴി നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോടുള്ള വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? വിശ്വാസം പോയാൽ പിന്നെ റിലേഷൻഷിപ്പ് പോയി എന്നർത്ഥം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ആ ബന്ധം അവസാനിക്കും. വിശ്വാസമില്ലാതെ നമുക്ക് തുടരാനൊന്നും പറ്റില്ലെന്നേ, അത് എവിടെയായാലും, അത് ഏത് തരം റിലേഷൻ ആയാലും. സോ സോറി പറയുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായി ഉറപ്പിച്ചിരിക്കണം ഇനി മേലാൽ നിങ്ങളത് ആവർത്തിക്കില്ല എന്നുള്ളത്. നമ്മളെന്തിനാ സോറി പറയണേ? നമ്മുടെ സംസാരമോ പ്രവൃത്തിയോ പെരുമാറ്റ രീതിയോ എന്തെങ്കിലും വഴി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഖേദിക്കുന്ന രീതിയാണ് സോറി പറയുന്നത്. ഇതേ കാര്യം തന്നെ വീണ്ടും നമ്മൾ ചെയ്ത് വീണ്ടും നമ്മൾ സോറി പറയുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തെന്നാ മനസ്സിലാക്കുക? നമ്മളെ വേദനിപ്പിക്കുന്നെന്ന് അറിഞ്ഞിട്ടും നിങ്ങളത് ആവർത്തിക്കുന്നുണ്ടല്ലോ. ഒരിക്കൽ നിങ്ങൾ സോറി പറഞ്ഞ് സോൾവ് ആക്കിയ കാര്യം വീണ്ടും ഒരു കൂസലില്ലാതെ നിങ്ങൾ ആവർത്തിച്ച് സോറി പറഞ്ഞ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് പിന്നെ എന്താ തോന്നുക? നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഇമോഷൻസിനെയോ വിഷമത്തെയോ ബോദർ ചെയ്യുന്നില്ല, അത് തന്നെയല്ല അതിൻ്റെ അർത്ഥം. സോ ഇനി മുതൽ ഈ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ.
അത് നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള വിശ്വാസം കൂട്ടാനായിട്ട് സഹായിക്കും. നിങ്ങളുടെ പാർട്ട്ണറിനെ വേദനിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ പാർട്ട്ണറിൽ അത് കൊണ്ടുവരും. ഹൗ യു സേ തിങ്സ് മാറ്റേഴ്സ് മോർ ദാൻ വാട്ട് യു സേ. എന്ത് പറയുന്നു എന്നതിനേക്കാൾ എങ്ങനെ പറയുന്നു എന്നതാണ് പ്രധാനം. ശരിയല്ലേ? റിലേഷൻഷിപ്പിൽ നമ്മുടെ ടോണിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരേ ഡയലോഗ് തന്നെ സ്നേഹത്തോടെ പറയുമ്പോൾ അതിന് വേറെ അർത്ഥവും ദേഷ്യത്തോടെ പറയുമ്പോൾ അതിന് വേറെ അർത്ഥമായി മാറാറുണ്ട്. എന്തിനേതിനും ചാടിക്കടിച്ച് മറുപടി പറയുന്നതും ഭയങ്കര കാം ആൻഡ് സ്മൂത്തായിട്ട് മറുപടി പറയുന്നതും രണ്ടും രണ്ടല്ലേ? ഇതിലേതാണ് നിങ്ങളുടെ പാർട്ട്ണറിന് കൂടുതൽ കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുക? കാര്യങ്ങൾ വളരെ സൗമ്യമായും ശാന്തമായി കൈകാര്യം ചെയ്യുന്ന രീതിയാണ് പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുക. നിങ്ങൾ സ്നേഹത്തോടെ പറയുന്നതാകാം, പറയുന്ന ടോൺ മാറിക്കഴിഞ്ഞാൽ കയ്യിൽ പോകും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ടോൺ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങളുടെ പാർട്ട്ണറിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സോ എന്ത് പറയുമ്പോഴും എങ്ങനെ പറയുന്നു എന്നുള്ളത് സ്വയം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇല്ലെങ്കിൽ പിന്നീട് പണി കിട്ടും കേട്ടോ. ബി കെയർഫുൾ വെൻ യു ബിക്കം ആങ്ക്രി. ഇറ്റ്സ് റിഫ്ലക്റ്റിംഗ് യുവർ റിയൽ ഐഡൻറ്റിറ്റി. ദേഷ്യം വരുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം അത് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. ചിലർ കണ്ടിട്ടില്ലേ, ദേഷ്യം വരുമ്പോൾ വായത്തോന്ന് ഇതൊക്കെ വിളിച്ചു പറയും. ചിലപ്പോൾ ചീത്ത വാക്കുകൾ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ ഒക്കെ വിളിച്ചു പോകും. അവരുടെ ദേഷ്യം പോയി കഴിയുമ്പോൾ അവരതങ്ങ് മറക്കും. പക്ഷേ കേട്ട് നിന്ന ആളുടെ മനസ്സിൽ നിന്ന് അതൊക്കെ പോകണമെന്നില്ല. അത് അവരുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടാക്കും. നിങ്ങൾ അങ്ങനെയുള്ള ആളാകാതിരിക്കുക. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന ഓരോ വാക്കും ഓരോ കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്നതാകാം. പക്ഷേ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ അവിടെ നിൽപ്പുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചതും ചിന്തിക്കാത്തതുമായ അർത്ഥതലം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അതിന് കൊടുക്കും. നിങ്ങൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ 1 മിനിറ്റ് നേരത്തെ ആയുസ് ഉണ്ടാവുള്ളൂ. പക്ഷേ കേട്ട് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ മറന്നു കളയണമെന്നില്ല. അത് അവരുടെ മനസ്സിൽ ചിലപ്പോൾ വളരെ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ടാവും. ഇത് നിങ്ങളുടെ ബന്ധത്തെ വളരെ മോശമായിട്ട് ബാധിക്കും. മനുഷ്യരല്ലേ, ദേഷ്യമൊക്കെ വരാം. എല്ലായ്പ്പോഴും ചിരിച്ചലിച്ച് കോമഡിയാക്കി നടക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ ഓരോ മനുഷ്യരും ദേഷ്യപ്പെടുന്ന രീതി വെച്ചാണ് അവരോരോരുത്തരും എങ്ങനെയാണ് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളെ മനസ്സിലാക്കും. ദേഷ്യം വരുമ്പോൾ പരമാവധി ശാന്തമായി കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു കാരണവശാലും അശ്ലീല കാര്യങ്ങളോ അശ്ലീല വാക്കുകളോ നിങ്ങളുടെ പാർട്ട്ണറിനെ വിളിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഈ മോശം സംഭാഷണം നിങ്ങളുടെ പാർട്ട്ണറിൽ ഒരിക്കലും നിങ്ങളെപ്പറ്റി മതിപ്പുളവാക്കില്ല. അപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തെ, ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഡോണ്ട് സ്കിപ്പ് പ്രോബ്ലംസ് വിത്തൗട്ട് സോൾവിങ് ഇറ്റ്. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അവ ഒഴിവാക്കരുത്. പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഇതൊന്ന് തീർന്നു കിട്ടട്ടെ എന്ന് കരുതി ഒന്നെങ്കിൽ സോറി പറഞ്ഞ്, ആത്മാർത്ഥമായിട്ടൊന്നുമല്ല എന്നാലും പ്രശ്നങ്ങളൊന്ന് കഴിഞ്ഞ് കിട്ടട്ടെ എന്ന് കരുതി സോറി പറഞ്ഞോ അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തേക്കൊന്ന് വിട്ടുകളെ എന്നുള്ള മട്ടിലൊക്കെയോ പ്രശ്നങ്ങൾ അങ്ങോട്ട് അൺസോൾവ്ഡ് ആക്കിയിട്ട് ഒഴിവാക്കി കളയുന്ന രീതി, അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് കളയുക. പക്ഷേ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വില്ലനായിട്ട് വരും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റണത് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നും കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കുന്ന രീതി, അല്ലെങ്കിൽ അതിന് നിസ്സാരമായി കരുതി തള്ളിക്കളയുന്ന രീതി, അതൊരു ശരിയായ നിലപാടല്ല. നിങ്ങളൊരു പ്രോബ്ലത്തെ സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കരുതും അതവിടെ കഴിഞ്ഞു എന്ന്. അതനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യുന്നവർക്ക് അതങ്ങനെ അവിടെ കഴിഞ്ഞു എന്ന് കരുതി വിട്ടുകളയാനായിട്ട് പറ്റില്ല. ഇന്ന് നിങ്ങളത് സ്കിപ്പ് ചെയ്താൽ നാളെ അതേ പ്രശ്നം തന്നെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരാം. അപ്പോഴും നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നീടും നിങ്ങളുടെ മുമ്പിൽ വരാം, അപ്പോഴും നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ എത്ര നാൾ നിങ്ങളിങ്ങനെ അതേ പ്രശ്നം തന്നെ ഒഴിവാക്കി കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് വിടും. നിങ്ങൾ ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളെ പിന്തുടരില്ല. മറിച്ചാണെങ്കിൽ അത് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണെന്നല്ലേ? കാരണം നിങ്ങൾ അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. സോ സിമ്പിൾ. സോ ഏതൊരു പ്രശ്നം വന്നാലും അത് വിട്ടുകളയാം എന്നുള്ളൊരു നിലപാട് മാറ്റി പ്രശ്നത്തെ ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. സൊല്യൂഷനൊക്കെ താനേ നിങ്ങൾക്ക് കിട്ടിക്കോളുന്നേ. ഒരു പ്രശ്നം വന്നാൽ നിങ്ങളെടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണർ എപ്പോഴും നോക്കിക്കാണുന്നുണ്ടോ? കാരണം അതിൽ നിന്ന് അവർക്കൊരു കാര്യം കിട്ടും. എന്താണെന്നല്ലേ? അവർക്കൊരു പ്രശ്നം വന്ന് നിങ്ങളുണ്ടാകുമോ ഇല്ലയോ? നിങ്ങളതിനൊരു സൊല്യൂഷൻ തരുമോ ഇല്ലയോ? അത് ആദ്യം നിങ്ങൾ കളഞ്ഞിട്ട് ഓടുമോ എന്നുള്ളതൊക്കെ അവർക്ക് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്ത് കളയാതെ അതിനൊരു സൊല്യൂഷൻ എല്ലായ്പ്പോഴും കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അല്ല, ഇനിയൊരു കാര്യമുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് എന്തുണ്ടാവുക? അതിനി അടുത്ത പോയിൻ്റാണ്. അടുത്തതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: അൺസോൾവ്ഡ് പ്രോബ്ലംസ് വിൽ നോട്ട് ബറി
ആൻഡ് ഇറ്റ് വിൽ ബ്രിങ്ങിങ് അപ്പ് ഇൻ എവറി ഫൈറ്റ്സ്. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ കുഴിച്ചു മൂടപ്പെടില്ല, അതെല്ലാ വഴക്കുകളിലും ഉയർന്നു വരും. ശരിയല്ലേ? ഇന്നൊരു പ്രോബ്ലം വന്നു, നമ്മൾ അത് സ്കിപ്പടിച്ച് കണ്ടില്ല കേട്ടില്ല എന്നടിച്ചൊക്കെ വിടും. പക്ഷേ നാളെ വേറൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വാല് പിടിച്ച് ഇതും കൂടെ കയറി വരും. ചിലപ്പോൾ ചിന്തിച്ചിട്ടില്ലേ, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായി വഴക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ മുന്നു കഴിഞ്ഞ വഴക്കുകളൊക്കെ കൂടി ഈ പുതിയ വഴക്കിൽ കൊണ്ടുവരും. പറഞ്ഞു വരുമ്പോൾ ഈ പഴയതിലെത്തി നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതെന്തിനും ഇപ്പോൾ പറയണേ, ഇപ്പോൾ നടന്ന വഴക്കുമായിട്ട് ഇതെന്താ ബന്ധം? ബന്ധമുണ്ടെന്നേ. വഴക്കുണ്ടാകുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ പറയുന്ന ഓരോ മുന്നത്തെ വഴക്കുകളും അതൊക്കെ അൺസോൾവ്ഡ് ആയിട്ടുള്ള, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുള്ള, കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഒരു പരിഹാരവും കണ്ടെത്താതെ വിട്ടിട്ടുള്ള വഴക്കുകളാണ് പുതിയതൊരു വഴക്കുണ്ടാകുമ്പോഴും ആവർത്തിക്കപ്പെടുക. കാരണം അതിനും നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴുള്ള പുതിയ വഴക്കിന് നിങ്ങൾക്ക് സൊല്യൂഷനില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങളത് കണ്ടില്ല കേട്ടില്ല നടിച്ച് വിട്ടു. മറിച്ച് ഇന്നൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നത്തെ പ്രശ്നം മാത്രമായിട്ടല്ല അത് വരിക. ഇന്നലത്തെ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിട്ട് കളഞ്ഞ പ്രശ്നം കൂടി ഇന്നത്തെ പ്രശ്നത്തിൻ്റെ വാല് പിടിച്ച് കയറി വരും. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണാതെ ഒഴിവാക്കി വിടുന്നതിന് പകരം അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്ക്. അങ്ങനെയായാൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഗുണം ചെയ്യും. മറിച്ചാണെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ഓരോ വഴക്കിലും ഇത് കയറി വരും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ബി ഹോണസ്റ്റ് ടു യുവർ പാർട്ട്ണർ. ട്രൂത്ത് ബിൽഡ്സ് ട്രസ്റ്റ് ഫാസ്റ്റർ ദാൻ കംഫർട്ട്. നിങ്ങളുടെ പങ്കാളിയോട് സത്യസന്ധത പുലർത്തുക. സത്യം ആശ്വാസത്തേക്കാൾ വേഗത്തിൽ വിശ്വാസം വളർത്തും. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും ആദ്യം വേണ്ട കാര്യം പരസ്പര വിശ്വാസമാണ്. ഈ പരസ്പര വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു കണ്ണിയാണ് നിങ്ങളുടെ പാർട്ട്ണറോട് കാണിക്കുന്ന സത്യസന്ധത. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ വിഷമിച്ചാലോ എന്ന് കരുതി ചിലപ്പോൾ സത്യം പറയാനായിട്ട് മടിക്കും. നിങ്ങൾ പറയുന്ന സത്യം ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിയെ വിഷമിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുന്നതോ ആയ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു നുണ പറയാനായിട്ട് നിങ്ങൾക്ക് പ്രേരണയുണ്ടാകും. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നിങ്ങൾ പറയുന്ന നുണ കൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അതിനേക്കാട്ടും വലിയൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒരു ഒളിവും മറവും കൂടാതെ തുറന്ന് നിങ്ങളുടെ പാർട്ട്ണറിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ, സത്യസന്ധമായിട്ട് നിങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ ദേഷ്യപ്പെടാം, ചിലപ്പോൾ നിങ്ങളോട് വിഷമമാകാം, എന്തും ആയിക്കോട്ടെ. ഇതിനെല്ലാത്തിനും ശേഷം അവർക്ക് നിങ്ങളൊരു വിശ്വാസം ജനിപ്പിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടരാൻ വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നുണ പറയുന്നത് ഒരു ചോയ്സാണ്. പക്ഷെ നമ്മൾ നമ്മളുടെ പാർട്ട്ണറിനോട് റിയലായിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വളരെ നല്ലതുമാണ്. മറിച്ച് തൽക്കാല നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നുണകളെല്ലാം തന്നെ ചീട്ടുകൂട്ടാനും പോലെ തകർന്നടിയും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തരത്തിലും ഗുണം ചെയ്യുകയില്ല, മറിച്ച് ദോഷം മാത്രമേ വരുത്തി വയ്ക്കുള്ളൂ.